നമുക്ക് ബീട്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്താലോ? ഈ പ്രാവശ്യം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബീട്രൂട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും നല്ലതായിട്ട് നമുക്ക് കിട്ടി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ടാണ് ഈ പ്രാവശ്യം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും നല്ല രീതിയിൽ കിട്ടിയിരുന്നില്ല. നമുക്ക് വലിപ്പമില്ലായിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം? കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ മണ്ണിട്ടത് കുറവായിരുന്നു. അതെ, ഇത്തവണ നമുക്ക് നമ്മുടെ കമ്പോസ്റ്റ് ബിന്നിൽ നിന്ന് നമുക്ക് കമ്പോസ്റ്റ് കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്തു. പോട്ടി മിക്സും അങ്ങനെയൊക്കെ കിട്ടിയോണ്ട് നല്ല സോയില് നമ്മൾ ഇട്ടിട്ട്, അപ്പം സോയില് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ ബീട്രൂട്ടിന് വലിപ്പം വന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറിയ ഒരു കുഞ്ഞു രീതിയിലാണ് നമുക്ക് ബീട്രൂട്ട് കിട്ടിയത്. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു ഗാർഡൻ ബെഡ് നല്ല രീതിയിൽ നമ്മൾ ചെയ്തത് കൊണ്ട് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ബീട്രൂട്ട് തന്നെ നമുക്ക് കിട്ടിയല്ലേ? അതെ, പൊട്ടി മിക്സ് കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ പ്രാവശ്യം ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഓർത്തത് ഈ പ്രാവശ്യത്തെ വെതർ നല്ലതല്ലായിരുന്നു, എന്നാലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് നമ്മൾ ഈ ഗാർഡൻ ബെഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ തൈയൊക്കെ നട്ടതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ. പിന്നെ ഇത് കണ്ടോ, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് നല്ല വലുപ്പത്തിൽ തന്നെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടി. നിങ്ങൾ കണ്ടോ, നമ്മൾ കുറച്ചേ വിളവെടുത്തിട്ടുള്ളൂ, കാരണം ബാക്കി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. കാരണം എത്രത്തോളം വലിപ്പം വെക്കുമെന്ന് നമുക്ക് അറിയണം അല്ലേ? നമ്മളൊന്ന് പരീക്ഷിക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഇന്നൊരു 3 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ബീട്രൂട്ട് എടുത്ത് നന്നായിട്ട് കഴുകി, കാരണം ബീട്രൂട്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. വൈറ്റമിൻസ് ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡൊക്കെ ഉണ്ടാകാനായിട്ടും ഒക്കെ നല്ല, കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ബീട്രൂട്ടിന് ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തന്നെ നമുക്ക് കിട്ടും. കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ ഉണ്ടാക്കുമ്പോഴൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇത് കണ്ടോ, നമ്മുടെ ഗ്രേറ്റർ ആണ് കേട്ടോ. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന്റെ ഒരു ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്കൊന്ന് നോക്കാം. അതുപോലെ നമ്മൾ നമ്മുടെ ഒനിയനും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ഗ്രേറ്ററിൽ ഇട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് ഇട്ടു നമ്മുടെ എരിവിനനുസരിച്ച്. അതുപോലെ നമ്മളൊരു കുഞ്ഞ് സവോള അരിഞ്ഞതിട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് തേങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇവിടെ തേങ്ങയൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ്. നമ്മൾ വിശ്വാസിന്റെയാണ് യൂസ് ചെയ്യുന്നത്, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, അതൊരു 3/4 ടീസ്പൂൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുക. അപ്പൊ ആ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതിലെ സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ അതുമായിട്ട് യോജിച്ചു വരും. അപ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒരു പാത്രം ചൂടാക്കുക, അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. അതുപോലെ തന്നെ ഒരു ഉണക്കമുളക് നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യുക. കണ്ടോ, നമ്മൾ നന്നായിട്ടത് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ ബീട്രൂട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. അതിലേക്ക് വേണമെങ്കിൽ നമ്മൾ ആ ബീട്രൂട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതിലൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളത് നന്നായിട്ട് അടച്ചു വെക്കണം. അടച്ചു വെച്ചൊരു 5 മിനിറ്റ്സ്. നമ്മൾ ആ 5 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്നു നോക്കി, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഈ ഇളക്കി കൊടുക്കുന്നത്, അത് നമ്മൾ ശരിക്കും നല്ല വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ പറയത്തില്ല, തോർത്തി കിട്ടുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടത് ഇളക്കി കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ ബീട്രൂട്ട് ഉണ്ടാക്കുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ബീട്രൂട്ടിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം, അതായത് നമ്മൾ പറയില്ല ഒരു ടേസ്റ്റ് വ്യത്യാസം, ഒരു ചവർപ്പ് ഒന്നും തന്നെ ഉണ്ടാകില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ ഗാർഡൻ ബെഡിൽ ഒത്തിരി ബീട്രൂട്ട് വെച്ചത്. ഇത് കണ്ടോ, നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണാം. താങ്ക് യു.